വാർത്തകൾ തുടരുന്നു. പൂക്കോട്ടുംപാടം കവളമുക്കട്ട കൾച്ചർ യുവജന സംഘം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റോഡ് ശുചീകരണ പ്രവൃത്തി നടത്തി. 6ാം വാർഡിലെ കൾച്ചർ മുതൽ ഗേറ്റിംഗൽ വരെയുള്ള ഭാഗങ്ങളിലാണ് കാട് വെട്ടിമാറ്റിയത്. 6ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് വെട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ക്ലബ്ബ് പ്രവർത്തകർ ഇറങ്ങി കാട് വെട്ടിമാറ്റിയത്. 1 കിലോമീറ്റർ ഭാഗത്തുള്ള കാടാണ് വെട്ടിമാറ്റിയത്. ഈ ഭാഗങ്ങളിലെ നിരവധി ആളുകൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. റോഡിന്റെ രണ്ട് സൈഡിലേക്കും കാടുകൾ മറിഞ്ഞിട്ട് ജനങ്ങൾക്ക് നടക്കാൻ വയ്യ. സൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ശരിക്കും പഞ്ചായത്തുകാരോട് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഇതിപ്പോൾ യാസ് ക്ലബിന്റെ പേരിൽ ഞങ്ങൾ എല്ലാവരും കൂടി വൃത്തിയാക്കുകയാണ്. തൊഴിലുറപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്ട് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം ആവശ്യപ്പെടുന്നു. പക്ഷെ മെമ്പർ പറയുന്ന ഇവിടെ തൊഴിലുറപ്പ് പണിയെടുക്കാൻ ആളെ കിട്ടണില്ല എന്നുള്ള. എല്ലാ വാർഡിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ പരിപാടികൾ നടക്കുന്നത്, ഈ വാർഡിൽ മാത്രം ആളെ കിട്ടണില്ല എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. അത് മെമ്പർ തന്നെ ആ കാര്യത്തിൽ എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കേണ്ടതാണ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാം. അതിലൊരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇന്ന് രാവിലെയും കൂടി മെമ്പറെ വിളിച്ച് സംസാരിച്ചാണ്. പ്രവൃത്തിക്ക് ക്ലബ്ബ് പ്രസിഡന്റ് ഹർഷൽ ബാബു, സെക്രട്ടറി സുജിത്, ഡി ശിവദാസൻ, രാമനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. കരുളായി ചെമ്മന്തിട്ട ശ്രീ ദുർഗാ സേവാ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ശ്രീമദ് ആത്മസ്വരൂപാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ ദുർഗാ ട്രസ്റ്റിന്റെ 2ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വാർഡ് മെമ്പർ കരുവാടൻ സുന്ദരൻ, നടുവത്ത് സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു. KP മുരളീധരൻ സ്വാഗതവും PR രാജേഷ് നന്ദിയും പറഞ്ഞു. നിലമ്പൂർ നഗരസഭയും വ്യാപാരി സമൂഹവും സംയുക്തമായി നടത്തുന്ന പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള സംഗീത നൃത്തോത്സവത്തിന് നാളെ അരങ്ങുണരും. 7 ദിവസങ്ങളിലായി കോടതിപ്പടിയിലെ മൈതാനിയിൽ വിവിധ പരിപാടികളാണ് അരങ്ങേറുന്നത്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന സംഗീത നൃത്തോത്സവം ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കും. തുടർന്ന് മധു ബാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മധുരഗീതങ്ങൾ അരങ്ങേറും. തുടർന്നുള്ള വിവിധ ദിവസങ്ങളിലായി സൈനോമാറ്റിക് നൈറ്റ്, വിമിയോ ലൈഫ്, അമൃത TV ഷോ, മുഹബത്ത്, റിതം ആൻഡ് ബ്ലൂസ് തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. 15ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന കലാപരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കോടതിപ്പടിയിലെ മൈതാനിയിൽ 5000 പേർക്ക് ഇരുന്ന് പരിപാടികൾ ആസ്വദിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പൂക്കോട്ടുംപാടം സെക്ഷന് കീഴിലെ തേൾപ്പാറ, TK കോളനി, ചുള്ളിയോട് ഭാഗങ്ങളിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 190 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. ഇന്ന് അവധിയായതിനാൽ സ്വർണം വിലയിൽ മാറ്റമില്ലാതെ തുടർന്ന് സ്വർണം ഗ്രാമിന് 2600 രൂപ, പവന് 20,800 രൂപ, വെള്ളി ഗ്രാമിന് 52 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ വലിയകളം പാട്ട് നടത്തി. പാട്ടിന്റെ ഭാഗമായി നടന്ന സർവാണി സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 5ാം ദിവസമായ നാളെ പാലും വെള്ളരിയും നടക്കും. കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി ഇക്കുറിയും നിലമ്പൂർ വലിയകളം പാട്ടിന് ഗോപാലമാരാർ എത്തി. അരനൂറ്റാണ്ടിലധികം പാട്ടിലെ മേളത്തിന്റെ അമരക്കാരനായിരുന്നു ഈ പൂക്കോട്ടുംപാടം സ്വദേശി. കേരള ഗണക ഗണിച്ച സഭയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം KGKS സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തൂർ ദേവിദാസൻ നിർവഹിച്ചു. ചോക്കാട് പഞ്ചായത്തിലെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള മമ്പാട്ടുമൂല അത്താണി റോഡ് നന്നാക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ശോച്യാവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനപാത ഉപരോധിക്കുമെന്ന് നാട്ടുകാർ. പൂക്കോട്ടുംപാടം കൾച്ചർ യുവജന സംഘം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ റോഡ് ശുചീകരണ പ്രവൃത്തി നടത്തി. 1 കിലോമീറ്ററോളം ഭാഗങ്ങളിലാണ് കാട് വെട്ടി മാറ്റിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.